ഹായ്. ഞാൻ ഫസ്റ്റ് തന്നെ എല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ് ഫോർ ടേക്കിംഗ് ദിസ് ഇനിഷ്യേറ്റീവ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പ്രായത്തിലുള്ള പല കൂട്ടുകാരും ഇന്നും ഇപ്പോഴും നിങ്ങളിപ്പോൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടൈമിലും ഇൻസ്റ്റഗ്രാമും നോക്കി ഇങ്ങനെ തോണ്ടി 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 വെറുതെ ടൈം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തൊരു പ്രശ്നമാണത്. കാരണം നമ്മുടെ ഇന്ത്യയിലെ പോപ്പുലേഷൻ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇത്രയധികം പോപ്പുലേഷൻ വരുമ്പോൾ എന്താ പ്രശ്നം? ഇന്ത്യയിലെ നമ്മുടെ ഇത്രയധികം പോപ്പുലേഷന് അത്രയും പറ്റിയ ഒരു അത്രയും ജോലികൾ നമ്മുടെ കയ്യിലില്ല, നമ്മുടെ ഇന്ത്യയിലെ എക്കണോമിയിലില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻസ് അതല്ലെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാരെല്ലാവരും ചീപ്പ് ലേബേഴ്സ് ആയിക്കൊണ്ടിരിക്കുക. എന്താ കാരണം? എല്ലാവരും റീപ്ലേസബിൾ ആണ്. എന്തുകൊണ്ടാണ്? കാരണം എല്ലാവരും ഡിഗ്രിയാണ് പഠിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സാണ് പഠിക്കുക. അപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഫോൾട്ട് കൊണ്ട് പാസ്സാവുന്നുണ്ട്, അല്ലെങ്കിൽ കോപ്പി അടിച്ചാലും എങ്ങനെയൊക്കെ പാസ്സാവുന്നുണ്ട്. ഒരേ ക്വാളിഫിക്കേഷനായിട്ട് വരുമ്പോൾ ഒരാളെ മാറ്റി വേറൊരാളെ വെക്കുക എന്നുള്ളത് ഭയങ്കര ഈസി ആയിട്ട് മാറും. അപ്പോൾ ഒരാൾ റീപ്ലേസബിൾ ആകുമ്പോൾ അയാളുടെ വാല്യൂ കുറയും, അയാളുടെ ശമ്പളം കുറയും, അയാൾക്ക് പേ ചെയ്യുന്ന എമൗണ്ട് കുറയും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഇന്നും ഒന്നെങ്കിൽ നമ്മുടെ അൺഎംപ്ലോയ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ നമ്മുടെ പഠിച്ചു കഴിഞ്ഞവരെല്ലാവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വളരെ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്തൊരു പ്രശ്നമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ ഭയങ്കര ഈ ഡിജിറ്റൽ വേൾഡിൽ ഭയങ്കര അശ്രദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഞാൻ പറഞ്ഞ എല്ലാവരും ഒരേപോലെയാണ്. ഇപ്പോൾ കമ്പനീസിന് മുമ്പിൽ ഒരേ ക്വാളിഫിക്കേഷനാണ്, ഒരേപോലത്തെ സംഭവമാണ്. മാർക്ക് വെച്ചൊന്നും ആരെയും ക്യാരക്ടർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മഗ്ഗിങ് അപ്പാണ്, കാണാപ്പെടുന്നതാണ്. മാർക്ക് വെച്ചൊന്നും ആരെയും നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. പിന്നെ എന്താണ് വിലയിരുത്താൻ പറ്റുക? സ്കില്ല് എങ്ങനെ നേടാൻ പറ്റും? സ്കില്ല് നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് പഠിച്ചെടുക്കുന്ന കാര്യമൊന്നുമല്ല. ആരാണോ എർലി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, കുറച്ച് നാൾ മുമ്പേ, അതായത് വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, അയാൾക്ക് അത്യാവശ്യം സ്കില്ല് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇതാണ്, നമ്മുടെ കുട്ടികളിലേക്ക് സ്കിൽസിനെ പറ്റി പരിചയപ്പെടുത്തുക, നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും റിലവൻ്റ് ആയിട്ടിരിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളെ പറ്റി പരിചയപ്പെടുത്തുക, അവർക്ക് അതിനുള്ള എക്സ്പോഷർ കൊടുക്കുക. ഞങ്ങൾ ഇതിനെ കംപ്ലീറ്റ് നിങ്ങളെ പഠിപ്പിക്കുന്നില്ല, നമ്മൾ എല്ലാത്തിൻ്റെ ഒരു ബേസിക്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ബേസിക്സ് തരുമ്പോൾ ഉള്ള ഗുണം എന്താണ്? ബേസിക് തരുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാ സ്കില്ലുകളെ പറ്റിയും ഒരു എക്സ്പോഷർ കിട്ടും. അപ്പോൾ നിങ്ങൾ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞൊരു കോളേജിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏത് സ്കില്ല് പഠിക്കണം, ഏതിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ്, എന്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ നിങ്ങൾക്കറിയാം, ഇന്നത്തെ കാലത്ത് ഭയങ്കര ബൂമിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, ഒരു അന്തരീക്ഷമാണ്. ഈ ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതേപോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പഠിക്കുന്നതിലായിരിക്കും. കാരണം ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പോലുള്ള കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുക. എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പല ടൈപ്പ് ഉണ്ട്. സി ഉണ്ട്, C++ ഉണ്ട്, ജാവ ഉണ്ട്. കേൾക്കുമ്പോൾ എന്തൊക്കെയോ സാധനമാണെന്ന് തോന്നാം. ഞാൻ പറഞ്ഞ കേട്ടിരിക്കും. സി ഉണ്ട്, C++ ഉണ്ട്, ജാവ ഉണ്ട്, പൈത്തൺ ഉണ്ട്. പൈത്തൺ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പൈത്തൺ ആണ്. എന്തുകൊണ്ട് നമ്മൾ പൈത്തൺ തന്നെ ചൂസ് ചെയ്തു? എന്തുകൊണ്ട് നമ്മൾ വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നും പോകില്ല? ബിക്കോസ് അതാണ് നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക്. ഓക്കെ, ഹായ് എവരിവൺ, മൈ നെയിം ഈസ് അനാസ്, യു ആർ ഇൻ അപ്സ്കില്ലർ. വെൽക്കം ടു അപ്സ്കില്ലർ. പൈത്തൺ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു AI, മെഷീൻ ലേണിങ്, അതെല്ലാത്തിൻ്റെയും ബേസിക്സ് അതെല്ലാം ബിൽഡ് ചെയ്യുന്നത് ഈ പൈത്തൺ കോഡ് ഉപയോഗിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് എല്ലാവരും പൈത്തൺ ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൈത്തൺ ഭയങ്കര സിമ്പിളാണ്. പൈത്തൺ ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ അപേക്ഷിച്ച് എഴുതാനും പഠിക്കാനും വളരെ സിമ്പിളായിട്ടൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. പൈത്തൺ വലിയ പാടൊന്നുമില്ല പഠിക്കാൻ, ഏത് കൊച്ചു കുട്ടിക്ക് പഠിച്ചെടുക്കാവുന്നുള്ളൂ. നമുക്ക് നോക്കാം പൈത്തണെ പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം. നമ്മൾ പൈത്തൺ എന്തിനൊക്കെയാണ് നമ്മൾ പൈത്തൺ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്? പൈത്തൺ നമ്മൾ ഗെയിംസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ആപ്പിൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന പല ആപ്പുകളും പൈത്തണിൽ നിന്ന് ബിൽഡ് ചെയ്തതാണ്. വെബ്സൈറ്റിൽ ഡിസൈൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. റോബോട്ടുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈത്തൺ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് യൂസ് കേസുകളുണ്ട് പൈത്തൺ. ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന ഗൂഗിൾ, നെറ്റ്ഫ്ലിക്സ്, നാസ പോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പൈത്തൺ എവരിഡേ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? AI, ChatGPT, സെൽഫ് ഡ്രൈവിംഗ് കോഴ്സ്, സ്പേസ് എക്സ്പ്ലോറേഷൻസ്, എനിവേ. ഓക്കെ, നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്
എന്തിനാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നത്? ആക്ച്വലി എന്താണ് ഒരു കോഡ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളാണ്. അതായത് സപ്പോസ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അനിയനുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ അനിയൻ്റെ നിങ്ങൾ പറയുകയാണ് ആ ഗ്ലാസ്സിന് എടുത്തുകൊണ്ട് വരാം. അനിയനത് മനസ്സിലാവും, അനിയൻ പോയി ഗ്ലാസ് എടുത്തുകൊണ്ട് വരും അല്ലേ? നിങ്ങൾ പറഞ്ഞ ഭാഷ നിങ്ങളുടെ അനിയന് മനസ്സിലായതുകൊണ്ടല്ലേ അവനത് ചെയ്യാൻ പറ്റിയത്? നിങ്ങളൊരു കമ്പ്യൂട്ടറിന് നിങ്ങളൊരു കാൽക്കുലേറ്റർ ആപ്പ് ഉണ്ടാക്കുമെന്ന് വിചാരിക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്ന കാൽക്കുലേറ്റർ ആപ്പ് അപ്പോൾ ഇതാരെങ്കിലും ഒരു കമ്പ്യൂട്ടർ പറഞ്ഞു കൊടുക്കണ്ടേ? ഇപ്പോൾ ഒരാൾ 2+2 നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ 2ഉം 2ഉം കൂടെ പ്ലസ് ചെയ്തിട്ടാണ് അതിൻ്റെ ആൻസർ തരുന്നത്. കമ്പ്യൂട്ടറിനായാലും പറഞ്ഞു കൊടുക്കണ്ടേ? യെസ്, കമ്പ്യൂട്ടറിന് ആകെ 1ഉം 0ഉം മാത്രമേ മനസ്സിലാവും. 1ഉം 0ഉം മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവും. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ ബൈനറി ഭാഷയാണ്. ആകെ 1ഉം 0ഉം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തുള്ളൂ. സോ അപ്പോൾ ഈ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച കാര്യമാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കും, കമ്പ്യൂട്ടറും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മനസ്സിലാക്കി കൊടുക്കും. സോ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മളും കമ്പ്യൂട്ടറും തമ്മിൽ എന്ത് ചെയ്യുക? നമ്മളും കമ്പ്യൂട്ടറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ അല്ലേ? സോ നമ്മൾ കുറച്ച് ടേംസ് പരിചയപ്പെടാം. എന്താണ് ഇൻപുട്ട്, എന്താണ് ഔട്ട്പുട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിന് അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇൻപുട്ട്. സപ്പോസ് കാൽക്കുലേറ്റർ ആപ്പ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. നിങ്ങളാണ് അതിനകത്ത് എന്ത് സാധനം ആഡ് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യണം എന്നുള്ള നമ്പേഴ്സ് കൊടുക്കുക. ഇപ്പോൾ 2+2 നിങ്ങളല്ലേ കീബോർഡ് വഴി കൊടുക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് ഇൻപുട്ട്. നിങ്ങൾ ഇൻപുട്ട് കൊടുത്തതിന് ശേഷം ആ ഈക്വൽ ടു സൈൻ ഞെക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് 2+2 = 4. ആ 4 ഔട്ട്പുട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ തരുമല്ലേ? സോ ദാറ്റ് ഈസ് കോൾഡ് ഔട്ട്പുട്ട്. സോ ഒരു കമ്പ്യൂട്ടറിൽ ഇൻപുട്ടും ഉണ്ട് ഔട്ട്പുട്ടും ഉണ്ട്, മനസ്സിലാക്കുക. ഓക്കെ, സോ സപ്പോസ് എന്താണ് നിങ്ങളൊരു കാൽക്കുലേറ്റർ ആപ്പ് ഉണ്ടാക്കി. അതായത് എന്താണ് നിങ്ങൾ കാണുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ കൺസോൾ എന്ന് വിളിക്കുക. ഓക്കെ, സോ അതിൻ്റെ പിറകിൽ കോഡ് കാണും. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടറിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യണമെന്ന് വിചാരിക്കാം. നമ്മുടെ സ്ക്രീനിൽ ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് കോഡ് വഴി പരിചയപ്പെടുത്താം. ഓക്കെ, സോ ഞാൻ വെയിറ്റ്. സോ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ ഇത് പഠിക്കാൻ പറ്റും, ലാപ്പ് ഉണ്ടെങ്കിൽ ലാപ്പിൽ പഠിക്കാൻ പറ്റും. ലാപ്പാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. ഫോർ ടൈപ്പിംഗ് കൺവീനിയൻസ് ലാപ്പാണ് ബെറ്റർ. ഇനി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കൊരു കീബോർഡ് പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ബെറ്റർ. മൊബൈലിൻ്റെ കൂടെ കീബോർഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് മൊബൈലിലെ കീബോർഡ് തന്നെ യൂസ് ചെയ്ത് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഈസ് ബെറ്റർ ഓൾസോ. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ആദ്യം ഗൂഗിൾ തുറക്കുക. ഗൂഗിളിൽ തുറന്നതിന് ശേഷം ഗൂഗിൾ കൊളാബ് എന്ന് ടൈപ്പ് ചെയ്യുക. ഗൂഗിൾ കൊളാബ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ കൊളാബ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ പറ്റുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം മുതൽ ഫയൽ സെലക്ട് ചെയ്യുക, ഓപ്പൺ നോട്ട്ബുക്ക് കൊടുക്കുക. ഓക്കെ, ഓപ്പൺ നോട്ട്ബുക്ക് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? ഓപ്പൺ നോട്ട്ബുക്ക് അല്ല, ഫയൽ സെലക്ട് ചെയ്യുക, ന്യൂ നോട്ട്ബുക്ക് കൊടുക്കുക. ഓക്കെ, സോ വെയിറ്റ് എ മിനിറ്റ്. സോ ന്യൂ നോട്ട്ബുക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരിക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് എന്ത് ചെയ്യാം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈനും കൂടെ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, സോ ന്യൂ നോട്ട്ബുക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ പറ്റുക. സോ ഇവിടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? കോഡ് ചെയ്യാൻ പോണേ. ഇനിയിപ്പോൾ നിങ്ങൾ മൊബൈലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പൈഡ്രോയിഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. സോ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കോഡ് ടൈപ്പ് ചെയ്യാം. എന്താണ് നമ്മുടെ ഫസ്റ്റ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമുക്ക് വെൽക്കം ടു അപ്സ്കില്ലർ എന്ന് പറഞ്ഞ് അതായത് നമ്മുടെ സ്ക്രീനിൽ പ്രിന്റ് ചെയ്യണം. ഓക്കെ, നമ്മളൊരു ആപ്പ് തുറക്കുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ വെൽക്കം ടു അപ്സ്കില്ലർ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യണം. സോ അതെങ്ങനെ ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? സിമ്പിളായിട്ട് PRINT പ്രിന്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇതിനെ നമ്മൾ പാരന്തസിസ് എന്നാണ് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. ഓക്കെ, സോ പ്രിന്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് നമ്മൾ പാരന്തസിസ് എന്നാണ് പറയുക, ബ്രാക്കറ്റ് കൊടുക്കുക. സോ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ചിഹ്നം കൊടുക്കുക. ഓക്കെ അല്ലേ?
സോ അതിനുശേഷം അതിനകത്ത് നിങ്ങൾക്ക് എന്താണോ പ്രിന്റ് ചെയ്ത് വരേണ്ടത് അതെന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യും. ഞാനിപ്പോൾ വെൽക്കം ടു അപ്സ്കിൽ, ഓക്കെ. സോ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഈ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. പെർ മിനിറ്റ് 1 minute. ആദ്യത്തെ തവണ റണ്ണ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. യെസ്, നമുക്കിവിടെ റണ്ണ് ചെയ്ത് കണ്ടോ, വെൽക്കം ടു അപ്സ്കില്ലർ. നമുക്ക് എന്താണോ വേണ്ടത്, നമ്മളെ എന്താണോ പ്രിന്റ് ചെയ്ത് തരേണ്ടത് അത് നമ്മുടെ ഡബിൾ കോട്ട്സിൽ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നോക്കിക്കോളെ. സോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മായ്ക്കുവാണ്. ഓക്കെ, ഞാൻ വേറെ സാധനം നോക്കി, പ്രിന്റ് നോക്കിക്കോണേ. പ്രിന്റ് I am a coder എന്ന് പ്രിന്റ് ചെയ്യാൻ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ 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 ഒരു വര പോലെ കാണാം. സാധാരണ നമ്മൾ മിസ്റ്റേക്സ് വരുമ്പോൾ അങ്ങനെ വര ഇടാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താ സംഭവം. യെസ് യെസ് യെസ്, എറർ 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 കാണിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എറർ കാണിക്കുക എന്ന് പറയാം. ഓക്കെ, പക്ഷെ എന്താണ് ഇവിടെ പ്രശ്നം? ഇവിടെ നെയിം എറർ കൊടുത്തേക്കുന്നത്, നെയിം പ്രിന്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. പ്രിന്റ് എന്ന് പറഞ്ഞ സാധനം പൈത്തണിൽ ഇല്ല എന്നാണ് പറയുന്നത്. വാട്ട് ദ പ്രോബ്ലം? എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? യെസ്, ഞാൻ ഇവിടെ പ്രിന്റ് എഴുതിയപ്പോൾ പി ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. നോക്കി, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, പി ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. സോ പി ക്യാപിറ്റൽ ലെറ്റർ ആയി കഴിഞ്ഞാൽ പൈത്തൺ മനസ്സിലാവില്ല. പൈത്തൺ കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ അല്ലേ? സോ നിങ്ങൾ മൊബൈലിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്, നമ്മൾ കൊടുക്കുന്ന ലെറ്റേഴ്സ് കറക്റ്റ് ആയിരിക്കണം. മൊബൈലിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആവാനുള്ള ഫംഗ്ഷൻ എപ്പോഴും ഓൺ ആയിരിക്കും. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ പ്രിന്റ് എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ പി തന്നെ കൊടുക്കുക. സ്മോൾ ലെറ്റർ പി കൊടുത്തിട്ട് നമുക്ക് റൺ ചെയ്യാം കേട്ടോ. ഐ ആം കോഡർ, സിമ്പിൾ. ഓക്കെ, സോ ഞാൻ ഐ ആം കോഡർ. അടുത്ത പ്രിന്റ് പ്രിന്റ് ഡബിൾ കോഡ്. പ്രിന്റ് he is a man. അവനൊരു മാനാണ്, അല്ലെങ്കിൽ he is a good boy. ഓക്കെ, ലെറ്റ്സ് റൺ. ഇതങ്ങ് കൊടുക്കാം, ഇതങ്ങ് മായ്ക്കാം. he is a good boy. യെസ്, എറർ 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 എറർ. എന്താണ് എറർ? നോക്കി വായിച്ചു നോക്കുക. സിൻടാക്സ് എറർ, ഇൻവാലിഡ് സിൻടാക്സ്. സിൻടാക്സ് മീൻസ് നമ്മൾ എല്ലാ കോഡുകളും എഴുതുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്ക്, അതായത് ഇപ്പോൾ കോമ കാണും, മറ്റേ ഡബിൾ കോട്ട്സ് കാണും. സോ അത് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കോഡ് എറർ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് നോക്കിയേ. സോ ഇൻവാലിഡ് സിൻടാക്സ്, പെർഹാപ്സ് യു ഫോർഗോട്ട് എ കോമ. യെസ് യെസ് യെസ്, നോക്കേ, നമ്മളിവിടെ എന്തിട്ടില്ല, ഡബിൾ കോട്ട്സ് ഇട്ടില്ല. ഇവിടെ എന്തിട്ടില്ല, ഡബിൾ കോട്ട്സ് ഇട്ടില്ല. ഡബിൾ കോട്ട്സ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനം പ്രിന്റ് ചെയ്യണമെങ്കിലും ദാറ്റ് ഷുഡ് ബി പുട്ട് ഇൻ എ ഡബിൾ കോട്ട്സ്. ഡബിൾ കോട്ട്സ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യൂല, എറർ. കണ്ടോ, ഡബിൾ കോട്ട്സ് ഇഷ്ടം കണ്ടോ, ഹി ഈസ് എ ഗുഡ് ബോയ്. യെസ് യെസ്. ഇനി നമുക്ക് പറ്റാവുന്ന വേറൊരു എറർ നോക്കാം. സോ ഐ ആം ഗോയിങ് ടു റൈറ്റ് പ്രിന്റ് പ്രിന്റ് ഡബിൾ കോട്ട്സ് ഒക്കെ ഇട്ടു, ഹലോ വേൾഡ്. ഹലോ വേൾഡ്. എസ് 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 എസ്. എന്താണ് എറർ? എന്താണ് എറർ? ഇൻകംപ്ലീറ്റ് ഇൻപുട്ട്. എന്താണ് ഇവിടുത്തെ എറർ? യെസ് യെസ്, യു ഫോർഗോട്ട് ടു പ്രിന്റ് എ പാരന്തസിസ്. പാരന്തസിസ് ഇടാൻ മറന്നുപോയി. ഹലോ വേൾഡ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? സോ അങ്ങനെയാണ് നമ്മളൊരു സാധനം പ്രിന്റ് ചെയ്യുക. ഓക്കെ, സിമ്പിളായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി ഓക്കെ, സോ സപ്പോസ് നമുക്ക് പ്രിന്റ് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇൻപുട്ട് എടുക്കണമെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കാൽക്കുലേറ്റർ ആണ് ബിൽഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. നമ്മൾ ഈ കാൽക്കുലേറ്റർ ബിൽഡ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ടേക്ക് ഇൻപുട്ട് അല്ലേ. 2 എന്ന് പറയുന്ന സാധനത്തിന്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ 2 + 2 എത്രയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. സോ ഞാൻ എന്ത് ചെയ്യണം, ആ 2 എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഞെക്കുന്ന സാധനം, ഇപ്പോൾ സപ്പോസ് നിങ്ങളാണ്
നിങ്ങൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ആളെന്ന് വിചാരിക്കുക. നിങ്ങളാണ് ക്ലയൻറ്റ്, ഞാനാണ് പ്രോഗ്രാമർ. സോ നിങ്ങൾ ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു, എനിക്ക് 2 എന്ന് പറഞ്ഞൊരു വാല്യൂ ഇൻപുട്ട് തരുന്നു. സോ ആ വാല്യൂ ഞാൻ സ്വീകരിക്കണ്ടേ? അതെങ്ങനെയാണോ നോക്കാൻ പോകുന്നത്, നോക്കൂ. അപ്പം ഞാൻ ആദ്യം പ്രിന്റ് എൻ്റർ എ നമ്പർ അല്ലേ, നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് യൂസറിന് കാണിക്കാൻ വേണ്ടിയുള്ള സെൻറ്റൻസ് ആണ്. യൂസർ എന്താ പറയാണ്, നമ്പർ എൻട്രി ചെയ്യും, നിങ്ങളൊരു നമ്പർ എൻട്രി ചെയ്യണേ എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, എ എന്ന് പറയുന്നൊരു വേരിയബിൾ എടുക്കുന്നു. എ എന്ന് പറയുന്നൊരു വേരിയബിൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ എടുക്കാം, നമുക്കൊരു വാക്ക് എടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്തെടുക്കുകയാണ്, ഒരു എസ് എന്ന് പറയുന്ന വേരിയബിൾ എടുക്കണം. ഓക്കെ, ഏത് വേണമെങ്കിലും ഒരു അക്ഷരം എടുക്കാം. എസ് ഈക്വൽ ടു ഇൻപുട്ട്, കണ്ടോ, എസ് ഇസ് ഈക്വൽ ടു ഇൻപുട്ട്. അതായത് ഇതിൻ്റെ അർത്ഥം എസ് എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ, ഈ ഒരു വേരിയബിളിനകത്തോട്ട് നമ്മൾ കൊടുക്കാൻ പോണ ഇൻപുട്ടിനെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകണം. എസ് എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ കൊടുക്കാൻ പോണ ഇൻപുട്ടിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാം, പ്രിന്റ് എസ്. എന്ത് സംഭവം, ഞാനിവിടെ ഡബിൾ കോട്ട്സ് കൊടുത്തില്ലല്ലോ. നമുക്ക് രണ്ട് രീതി കൊടുത്തു, ഡബിൾ കോട്ട്സ് കൊടുത്തും ഡബിൾ കോട്ട്സ് കൊടുക്കാതെയും പ്രിന്റ് ചെയ്യാം. പ്രിന്റ് യെസ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, പ്രിന്റ് എൻ്റർ എ നമ്പർ, ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി യൂസറോട് പറഞ്ഞു. എസ് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസർ ഒരു നമ്പർ അടിക്കുമല്ലോ. അപ്പോൾ ആ അടിക്കുന്ന നമ്പർ നമ്മൾ എസിനകത്ത് കൊണ്ടുവന്ന് വെച്ചു. എന്താണ്, ഒരു ജാറ് പോലെ ചിന്തിക്കാം. തിങ്ക് ദിസ് ഈസ് ആസ് എ ജാർ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ജാറ് പോലെ ചിന്തിക്കുക, അതിനകത്തോട്ട് കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്തോ പ്രിന്റ് ഡബിൾ കോട്ട് എസ് അടിച്ചു, പ്രിന്റ് എസ് അടിച്ചു. ഓക്കെ, എന്താണ് നമുക്ക് എവിടെ കിട്ടാൻ പോണ ഔട്ട്പുട്ട് എന്ന് നോക്കാം. യെസ്, എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞിട്ട് കോളം വന്ന് അടിക്കാം. ഞാനിപ്പോൾ 5 അടിക്കുകയാണ്. എന്നിട്ട് എൻ്റർ കൊടുത്തു. യെസ്, 5 അടിച്ച് എൻ്റർ കൊടുത്തപ്പോൾ പ്രിന്റ് ഡബിൾ കോട്ട് എസ് എന്ന് തന്നെ പ്രിന്റ് ചെയ്തു. അതായത് ഡബിൾ കോട്ട്സിനകത്ത് എന്ത് നമ്മൾ ടൈപ്പ് ചെയ്താലും അത് അതേപോലെ പ്രിന്റ് ആവും. ഇനി പ്രിന്റ് എസ് എന്ന് മാത്രം, ഡബിൾ കോട്ട്സ് കൊടുക്കാതെ എസ് എന്ന് മാത്രം ഞാൻ പറഞ്ഞപ്പോൾ അവിടെ എന്ത് ചെയ്തു, 5 പ്രിന്റ് ചെയ്തു. അതായത് ഈ എസ് എന്ന് പറയുന്നത് ഈ വേരിയബിളിനകത്ത് എന്ത് വാല്യൂ ആണോ നമ്മൾ വെച്ചത് ആ വാല്യൂ പ്രിന്റ് ആയി. പറഞ്ഞാൽ മനസ്സിലായോ? ആ എസ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് എന്ത് വാല്യൂ ആണോ നമ്മൾ വെച്ചത് ആ വാല്യൂ ആണ് അവിടെ പ്രിന്റ് ആയത്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? യെസ് യെസ് യെസ്. ഞാൻ അവിടെ പുതിയൊരു ടെക്സ്റ്റ് ബോക്സ് ആണ്. ഓക്കെ, കോട്ട് നോക്കി. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ഒരു കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ പോവാണ്. നോക്കണേ. പ്രിന്റ്, ഞാൻ പറയണം, ഇത് ആഡ് ചെയ്യാൻ മാത്രം പറ്റുന്നൊരു കാൽക്കുലേറ്റർ. ഓക്കെ, ഡബിൾ കോട്ട്സ് കൊടുക്കുന്നു, എൻ്റർ എ നമ്പർ. ഓക്കെ, ഡബിൾ കോട്ട്സ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ, എ ഈക്വൽ ടു ഇൻപുട്ട്. ഓക്കെ, എന്നിട്ട് പ്രിന്റ് എൻ്റർ എ നമ്പർ. ഓക്കെ, ദെൻ ഞാൻ വേറൊരു വാല്യൂ എടുക്കുന്നു, ബി ഈക്വൽ ടു ഇൻപുട്ട്. ഓക്കെ, ഇത്ര ഓക്കെ ആണ്. സോ നോക്കുക, ഞാൻ 2 വാല്യൂസ് കൂടെ എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, പ്രിന്റ് എ, പ്രിന്റ് പി, സോറി ക്യാപിറ്റലായി കഴിഞ്ഞാൽ മാറിപ്പോയി, പ്രിന്റ് ബി, പ്രിന്റ് എ, പ്രിന്റ് ബി. ഇങ്ങോട്ട് നോക്കി. സോ പ്രിന്റ് എൻ്റർ എ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട്. യെസ്, എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് വരും. എ ഈക്വൽ ടു ഇൻപുട്ട് എന്നായിരിക്കുമ്പോൾ നമുക്ക് ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സ് വരും. പ്രിന്റ് എൻ്റർ എ നമ്പർ എന്ന് പറയുമ്പോൾ പിന്നെയും എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് വരും. ബി ഈക്വൽ ടു ഇൻപുട്ട് എന്ന് പറയുമ്പോൾ യെസ്, പിന്നെയും എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത നമ്പർ എയുടെ അകത്ത് പോയിരിക്കും. എ എന്ന് പറഞ്ഞൊരു ജാറാന്ന് വിചാരിക്കുക, ജാറിനകത്ത് പോയിരിക്കും. ഓക്കെ, രണ്ടാമത് എൻ്റർ ചെയ്ത നമ്പർ ബി എന്ന് പറഞ്ഞ ജാറിനകത്ത് പോയിരിക്കും. ഓക്കെ, പ്രിന്റ് എ, പ്രിന്റ് ഡബിൾ കോട്ട്സിനകത്ത്, അപ്പൊ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക, എ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഡബിൾ കോട്ട്സിന് എന്തുണ്ടോ അത് പ്രിന്റ് ചെയ്യും. പ്രിന്റ് ബി,
അപ്പൊ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? ബി പ്രിന്റ് ചെയ്യും. പ്രിന്റ് ഡബിൾ കോട്ട്സ് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള എയിനകത്ത് എന്ത് വാല്യൂ ആണോ ഉള്ളത് അത് പ്രിന്റ് ആവും. പ്രിന്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബിക്ക് അത് എന്ത് വാല്യൂ ആണുള്ളത് അത് പ്രിന്റ് ആവും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ് നോക്കിക്കോ. എൻട്രി നമ്പർ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ 3 കൊടുത്തു. ഓക്കെ, എൻ്റർ. അപ്പോൾ പിന്നെ എൻട്രി നമ്പർ ചോദിച്ചു. അപ്പോൾ ഞാൻ 4 കൊടുത്തു. ഓക്കെ, കണ്ടോ? ആദ്യം പ്രിന്റ് ഡബിൾ കോട്ട്സ് എയ്ക്കകത്ത് എ പ്രിന്റ് ചെയ്തു, പ്രിന്റ് ബിക്കകത്ത് ബി പ്രിന്റ് ചെയ്തു. എ എന്ന് പറഞ്ഞപ്പോൾ 3 പ്രിന്റ് ചെയ്തു, ബി എന്ന് പറഞ്ഞപ്പോൾ 4 പ്രിന്റ് ചെയ്തു. Is that okay, guys?